അവിടെ ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് തുടങ്ങുകയായിരുന്നു. വേദനയിൽ കുതിർന്ന ഒരു സ്ത്രീയുടെ വേവലാതിക്കോ കണ്ണീരിനോ അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. മാധവൻ തൻ്റെ ഓപ്പോളുടെ സമീപം തൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ചെന്നു. ഓപ്പോളെ, ഇക്കൊരു ആവശ്യം പറയാനുണ്ട്. നങ്ങ ആകാംക്ഷയുടെ മാധവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തേപ്പോ അതിനൊരു മുഖവുര? നീ പറഞ്ഞോളൂ മാധവ, നങ്ങ പ്രോത്സാഹിപ്പിച്ചു. പാറുവിനെ ആഴ്ചയിൽ 2 ദിവസം അങ്ങോട്ടേക്ക് വിട്ടാൽ നന്നായിരുന്നു. താൻ പ്രതീക്ഷിച്ചതും ഭയപ്പെട്ടതും ഇതുതന്നെ ആയിരുന്നുവെന്ന് നങ്ങയ്ക്ക് തോന്നി. തൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ താനായി അറിഞ്ഞു ചെയ്ത ദോഷം. പക്ഷേ മാധവനും തൻ്റെ ചോരയല്ലേ. താൻ എല്ലാം അറിഞ്ഞ് ചിന്തകളെ വിശകലനം ചെയ്ത് ഊട്ടിയുറപ്പിച്ച് തീരുമാനിച്ചതുമാണ്. പിന്നെന്തിന് തനിക്ക് ഭയം? ഇനി മുൻപിലേക്ക് വെച്ച പാദം പിറകിലേക്ക് എടുക്കില്ല. നങ്ങ അല്പനേരത്തേക്ക് മൗനം പാലിച്ചെങ്കിലും അതിനടുത്ത നിമിഷം തന്നെ അവർ അതിനുള്ള മറുപടി പറയുകയും ചെയ്തു. അതിനെന്താ, ആഴ്ചയിൽ 2 ദിവസമോളം എൻ്റെ ഒപ്പം നിന്നോട്ടെ. പരമന് അലോഹ്യുണ്ടാവില്ല. മാധവന് സമാധാനമായി. ആ സമയത്തായിരുന്നു പരമനും അങ്ങോട്ടേക്ക് വന്നത്. എന്തേ പരമ, നിനക്ക് സമ്മതമല്ലേ അത്? മാധവൻ്റെ ആവശ്യം പക്ഷേ അനാവശ്യമായിട്ടാണ് പരമന് തോന്നിയത്. അയാൾ അതിൻ്റെ മുഷിവ് മുഴുവനും പാറുവിൻ്റെ മേലാണ് തീർത്തത്. ഈ കുട്ടിൻ്റെ തന്തയെന്ന് ഇന്നെ അവകാശപ്പെടാൻ കിട്ടില്ല കേട്ടോ. അതിനു നീ വഴി വേറെന്നെ നോക്കേണ്ടി വരും. പരമൻ അപ്പോൾ തന്നെ കുട്ടികളെയും കൂട്ടി പാറുവിൻ്റെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. നങ്ങയ്ക്ക് അവരെ തടയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മകൻ്റെ ദേഷ്യവും ധിക്കാരവും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. മാധവൻ്റെ വണ്ടിയെടുക്കാനോ ഒന്ന് പറയാൻ പോലും പരമൻ പാറുവിനെ സമ്മതിച്ചില്ല. സാവിത്രിയമ്മ ദൂരെ നിന്നേ കണ്ടു തൻ്റെ കടിഞ്ഞൂൽ സന്താനത്തിനെയും കുടുംബത്തിനെയും. അവർക്കെന്തോ പന്തികേട് തോന്നി. മകളും മരുമകനും പരസ്പരം ഉരിയാടുന്നതേ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരെ വേണ്ട രീതിയിൽ സൽക്കരിച്ചിരുത്തിയതിനു ശേഷം ഗോപാലൻ നായരെ വിളിക്കുന്നതിന് വേണ്ടി വയലിലേക്ക് ഇറങ്ങി നടന്നു. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞൂട്ടൻ നായരുടെ പെങ്ങന്മാരിൽ ഒരാളായ രുക്കിച്ചേച്ചി വന്നത് ആ സമയത്തായിരുന്നു. കണ്ണൻ അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാനായി പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയെ മടിയിലിരുത്തി രുക്കിച്ചേച്ചി കളിപ്പിക്കുന്നുണ്ട്. ഒപ്പം വിശേഷങ്ങൾ ഓരോന്നായി പാറുവിനോട് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പൂമുഖത്തെ വരാന്തയിൽ തന്നെ പാറു ചരിഞ്ഞു കിടന്നു. പരമൻ തങ്ങളുടെ മുറിയിൽ തന്നെ ഉലാത്തിക്കൊണ്ട് നടക്കുന്നത് അവൾക്ക് കാണാം. പെട്ടെന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് പോരാനുള്ള കാരണം എന്തെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പരമേട്ടൻ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്തത് എന്നവൾ ആലോചിച്ചു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാധവേട്ടൻ തന്ന സാരികളിൽ ഒരെണ്ണം എടുത്തു നോക്കിയത് പരമേട്ടന് തീരെ ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ ആവശ്യം ഇപ്പോൾ നിനക്കില്ല. എത്രയോ സാരികൾ നിനക്ക് ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, ശരിയല്ലേ? അതിലേതെങ്കിലും ഇന്നുടുത്താൽ മതിയാകും. തൻ്റെ കൈകളിൽ നിന്നും ആ സാരി പിടിച്ചു വാങ്ങി അലമാരയ്ക്കുള്ളിൽ എടുത്തു വെച്ചു പരമേട്ടൻ. പാറു ചിന്തകളിൽ നിന്നും ഉണർന്നു. തൻ്റെ ജീവിതം മറ്റാരുടെയൊക്കെയോ കൈകളിലാണ്. അത് തൻ്റെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. വിതുമ്പിയ തേങ്ങലുകൾ മറ്റാരെയോ ഭയന്നിട്ടെന്നവണ്ണം ഉള്ളിൽ അമർന്നുപോയി. അന്നു രാവിലെ ഭക്ഷണത്തിനിരുന്നപ്പോൾ പാറുവിൻ്റെ അച്ഛൻ തൻ്റെ 2ാമത്തെ മകളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. വലിയ തറവാട്ടുകാരാണ്. ഈ ബന്ധം നടന്ന മുമ്പിള് രക്ഷപ്പെട്ടു. പക്ഷെങ്കിൽ ചോദ്യം ഭയങ്കരമാണ് കേട്ടോ. അത്രയും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലല്ലോ. പരമനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും പരമന് അതിനൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. മാധവൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ പറച്ചിൽ പരമനെ അല്പമൊന്നുമല്ല ദേഷ്യത്തിലാക്കിയത്. ആ ദേഷ്യവും പാറുവിൻ്റെ മേലാണ് അയാൾ എടുത്തത്.